വൈകുന്നേരം വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. വരുന്ന വഴിക്ക് ഞാൻ നല്ല അടിപൊളി ഞണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. വേഗം ചായ കുടിച്ചു. അതിനുശേഷം നമുക്കത് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം. ഞണ്ട് പലർക്കും കട്ട് ചെയ്യാൻ തന്നെ അറിയില്ല. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പൊളിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ കളയാനായിട്ടുണ്ട്. ഈ മഞ്ഞ സംഭവം ഇതിൻ്റെ കൊഴുപ്പാണ് എന്നാണ് പറയുന്നത്. ഞാനത് ഇതിൻ്റെ വേസ്റ്റ് ആണെന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നാലും ഞാൻ അതൊക്കെ കളയുന്നുണ്ട്. ഇതിൻ്റെ കാലൊക്കെ കട്ട് ചെയ്ത് മാറ്റി അങ്ങനെ മൊത്തം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അവ്യമാണെങ്കിൽ ഇത് കണ്ടപ്പോൾ തന്നെ പേടിച്ചോടി. ക്ലീൻ ആയ ഞണ്ട് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഞാൻ പോയിട്ടൊരു തേങ്ങ ഒരിച്ച് കൊണ്ടുവരാം. നമുക്ക് വറുത്തരച്ചിട്ട് കറി വെക്കാം. മല്ലി അഥവാ കൊത്തമ്പാരി കുറച്ച് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങ പൊട്ടിച്ച് ചിരവി എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉള്ളി തക്കാളിയൊക്കെ കട്ട് ചെയ്തു. പിന്നെ തേങ്ങ വറുത്തു. ഇതേ കൊത്തമ്പാരി പൊടിച്ചെടുത്തിട്ടുണ്ട്. അവി ഇടയ്ക്കിടയ്ക്ക് വന്നെത്തി നോക്കുന്നുണ്ട്. നമ്മുടെ തേങ്ങ വറുക്കുന്നതിൽ കുറച്ച് കുരുമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് അവി പോയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഒരു കൊല പഴുത്തതിൽ നിന്ന് ഒരു പഴുത്ത് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് പഴുത്ത പഴത്തിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആണല്ലോ. നല്ല മധുരം ഉണ്ടായിരുന്നു. ഞണ്ട് കറി നമ്മൾ ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ഉള്ളി തക്കാളിയൊക്കെ വഴറ്റി ഞണ്ടിനെയൊക്കെ ഇട്ടിട്ടുണ്ട്. തേങ്ങ വറുത്തരച്ചതും മസാലയും പൊടികളും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ കറി ഇവിടെ സെറ്റ് ആകുമ്പോഴേക്കും ഞാൻ കുറച്ച് പാത്രമൊക്കെ കഴുകാനുള്ളത് കഴുകി വെച്ചു. അടിപൊളി ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വരട്ടെ. നല്ല വിശപ്പുണ്ട്. കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാട്ടോ. അങ്ങനെ കുളിച്ചിട്ട് വന്നപ്പോൾ അവധി ഇവിടുന്ന് എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. ഇന്ന് വേറെ ഒരു കറിയും വേണ്ട. കുറച്ച് കുക്കുംബർ ഭംഗിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അച്ചാറും അതൊക്കെ കൂട്ടി നമ്മുടെ ഞണ്ട് കറിയും കൂട്ടി കടിച്ച് മുറിച്ചിട്ട് തിന്നാം. അങ്ങനെ ക്ഷമയോടെ കുറച്ച് സമയം ഇരുന്ന് ഞണ്ട് കഴിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.